സുരേഷ് ഇത് എഡ്യൂക്കേറ്റ് ചെയ്യുന്നുണ്ട് ആൾക്കാര്. പേഴ്സണൽ ആയിട്ട് പറയുക, ഐ ആം പ്രൗഡ് ഓഫ് യു. കാരണം പാമ്പിനെ കുറിച്ചുള്ള ഒരുപാട് ധാരണാപേക്ഷകൾ ഞാൻ ചെയ്ത പല സംവാദങ്ങളിലും സുരേഷിന്റെ സാന്നിധ്യം. അതിനെ എഡ്യൂക്കേഷൻ എന്ന് പറയരുത് സർ, തെറ്റിദ്ധാരണകൾ പരത്തുകയാണ്. പട്ടിഷോണ് നമ്മൾ ആൾക്കാരുടെ നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്ന ഇവരൊക്കെ എന്താണ് ഈ മനസ്സിലാകാത്തത്? പാമ്പ് കടിച്ചാല് ഉപ്പുവെള്ളം കുടിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഉപ്പുവെള്ളം കുടിച്ചാൽ മതി എന്നാണ് സുരേഷ് പറഞ്ഞു. പക്ഷെ അത് കഴിഞ്ഞിട്ട് സുരേഷ് ആശുപത്രി കിടന്നപ്പോ 160 വയൽ ആന്റിവെനമാണ് എടുത്തത്. അതിനൊന്നും ഇല്ലേ? അത് ശുദ്ധ മണ്ടത്തിലാണ് 65 വയലേ എടുത്തിട്ടുള്ളൂ. 65 വയല് 120 കിടന്ന് ഞാൻ കരിഞ്ഞു പോയനെ. ഇത് നമ്മളൊരു ആവേശത്തിന് പറയുമ്പോൾ ഒരു കൊഴുപ്പുണ്ടാവാൻ കഴിഞ്ഞാൽ പൊക്കിളും ചുറ്റും നാടൻ ചികിത്സയിൽ പ്രത്യേകിച്ച് പറയും, നമുക്ക് ഗുളിക കിട്ടും. പൊക്കിളും ചുറ്റും കഫം കെട്ടുമ്പോൾ ആ കഫം പുറത്തേക്ക് കളയാനായിട്ട് ഉപ്പുവെള്ളം കുടിക്കുന്നത് സേവിച്ചിരുന്നു എന്ന് കൃത്യമായിട്ട് ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. എന്നെ കഷ്ടല്ലേ കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. എന്തുകൊണ്ട് സുരേഷ് ഉപ്പുവെള്ളം കുടിച്ചില്ല? ഏതാണ് ഈ പഠിക്കാൻ എന്തൊക്കെ മണ്ടത്തരങ്ങളാണ് ഈ പറയുന്നത്? ഒരു മിനിറ്റ്, എനിക്ക് ബോധമില്ല സഹോദരാ, ഞാൻ ബോധമില്ലാണ് ഇവിടുന്ന് പോകുന്നത്. ഏതെല്ലാം വഴിക്ക് നീ എന്നെ ഒതുക്കുന്നോ അതിലപ്പുറത്തെ വഴിക്ക് വരായിരം നീ എന്നെ ഒതുക്കും. കാറിൽ കയറിയപ്പോ എന്റെ ബോധം പോയി. എന്നെ ബോധം എടുത്തോണ്ട് പോകണത് മനസ്സിലായില്ലേ? ബാക്കിയൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ പറഞ്ഞാൽ പണ്ട് കാലത്ത് ചെയ്തിരുന്നു എന്ന് ഞാൻ വൈദ്യമായിട്ട് സംസാരിച്ചതിനു ശേഷമാണ് ഞാനത് പറഞ്ഞത്. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? ഈ ബാബ സുരേഷ് ആണ് ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആദ്യ കാലങ്ങളിൽ പാമ്പ് പിടിക്കാൻ എന്നിട്ട് ഈ പകുതി പഠിച്ചിട്ട് പോയ ആളാണ് ഇപ്പൊ മൊത്തം പഠിച്ചു എന്ന് പറഞ്ഞിട്ട് ബാബ സുരേഷിനെ തെറി പറയുന്നത്. ഇതാണ് ഇവിടുത്തെ വ്യവസ്ഥിതി. We are living in a very cruel society. ബാബ സുരേഷ് ഒരിക്കലും ഒരു വനവകുപ്പ് ഉദ്യോഗസ്ഥനെ പാമ്പ് പിടിക്കാനായിട്ട് പഠിപ്പിച്ചിട്ടില്ല. ഇപ്പൊ കിട്ടൂടാ, ഇപ്പൊ കിട്ടും. ഇപ്പൊ ഈശി പൂശോടാ. അത് ആരെയാ പഠിപ്പിക്കുന്നത്? നിങ്ങൾ പഠിച്ചത് എവിടെ നിന്നാണ്? നിങ്ങൾക്ക് ആരാ സർട്ടിഫിക്കറ്റ് വന്നത്? അതുകൊണ്ട് പറയൂ. നിങ്ങൾ ആരും പഠിപ്പിക്കുന്നത് നിങ്ങൾ സർട്ടിഫിക്കറ്റ് എക്സ്പീരിയൻസ് ആണ് മനുഷ്യ സർട്ടിഫിക്കറ്റ്. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. കണ്ടോ ഇയാളാ തിരിയാത്ത പേരടിക്ക് നോക്കി ഒരു ഒറ്റ അടി കോയക്കാം. നിങ്ങൾക്ക് നിയമപരമായിട്ട് പാമ്പ് പിടിക്കാൻ അവകാശമില്ല, നിങ്ങൾക്ക് ലൈസൻസ് ഇല്ല. ഇതിൽ വലിയ കാര്യങ്ങളൊന്നുമില്ല. പാമ്പിനെ കൈകാര്യം ചെയ്യാൻ നാട്ടിലെ നിയമം അനുസരിച്ച് നിങ്ങൾ പാലിക്കുന്നുണ്ടോ നിയമം? ഞാൻ നിയമം പാലിക്കുന്നുണ്ടോന്നുള്ളതല്ല, ഞാൻ ലൈസൻസ് ഞാൻ പാലിക്കുന്നു. നിങ്ങൾ എന്ത് നോക്കണേ? നമ്മൾ അവരെ രക്ഷിക്കാനാണ്, നമ്മുടെ പാമ്പിനെ രക്ഷിക്കാനാണ് ചെയ്യുന്നത്. അതിനാണ് നമ്മളൊരു രീതി പറയുന്നത്. നമ്മൾ ലൈസൻസിന്റെ കാര്യമല്ല പറയുന്നത്. നമ്മൾ പറയുന്ന ഒരു രീതി ഉണ്ടല്ലോ, ആ രീതിയിൽ അതെ, ആ രീതിയിൽ ചെയ്താൽ പോരെ. റോഷിജിയുടെ ഒരു 50ഓളം വീഡിയോസ് എന്റെ ഉണ്ട്. പുള്ളി ഇങ്ങനെ അണലിയൊക്കെ ഇങ്ങനെ തൂക്കിക്കൊണ്ട് പോകുന്ന വീഡിയോ ഞാൻ കാണിച്ചു തരാം. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. എന്നാ എനിക്കത് ഓർമ്മയില്ല. വിഷം കുടിക്കുക, നിങ്ങൾ അതുകൊണ്ട് എന്ത് വിദ്യാഭ്യാസമാണ് മെസ്സേജ് എന്താണ്? എന്ത് കുടിക്കാന്ന് കേട്ടില്ല. കൊണ്ട് പൊതുജനത്തിന് കൊടുക്കുന്ന ഒരു ഇതെന്താണ്? നമ്മള് ബൈ ചാൻസിൽ ഇപ്പൊ നമ്മള് ഒരു കിണറ്റില് പാമ്പ് വീണാൽ കിണറ്റിൽ വെള്ളം ഉപയോഗിക്കാത്ത ആൾക്കാർ ധാരാളമുണ്ട്. കിണറ്റ് മൂടുന്ന സംഭവങ്ങൾ ഒരുപാട് ഞാൻ കാണിച്ചത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുടെ അഥവാ നമ്മുടെ ശരീരത്തിൽ അതിനു വേണ്ടിയാണ് ഞാൻ ചെയ്തത്. വെള്ളം കുടിച്ച് കാണിച്ചാൽ പോരെ. ഈ വനം കൊണ്ട് വെള്ളം കിണറ്റി ഒഴിച്ചിട്ട് കാണിക്കാൻ പറ്റും. വേറൊരു സ്ഥലത്ത് നിന്ന് പിടിക്കുമ്പോ അല്ല വീഡിയോ എടുക്കുമ്പോ കാണിക്കാൻ പറ്റുള്ളൂ. മേലാൽ ഇങ്ങനൊന്നും ചെയ്യില്ല. 5-6 അബദ്ധമൊക്കെ എല്ലാവർക്കും പറ്റേ. ഏറ്റവും കൂടുതൽ കടി മേടിച്ച ആളല്ല ഏറ്റവും നല്ല പാമ്പ് പിടിക്കാരൻ. 25 കൊല്ലമായിട്ട് ഇവിടെ പാമ്പ് പിടിക്കുന്ന ജോചേട്ടനുണ്ട്, ഒരു കടി പോലും ഏറ്റിട്ടില്ല. ഈ കൂട്ടത്തിൽ ഏറ്റവും നല്ല റെസ്ക്യൂർ ആരാണ് എന്ന് ചോദിച്ചാൽ ജോചേട്ടനാണ്. അത്രയും വേണോ? വേണം, കുറച്ച് കടുപ്പത്തിരിക്കട്ടെ. അപ്പൊ നിങ്ങളിപ്പോ ട്രെയിനിങ് കൊടുത്ത് പാമ്പ് കടി കേട്ടവരെയൊക്കെ മോശമെന്നാണ് നിങ്ങൾ പറയുന്നത്. നിങ്ങളിപ്പോ കൊടുത്തവർക്ക് 100 പേർക്ക് 5 വർഷം കടി കിട്ടി. അവരെയൊക്കെ നിങ്ങൾ അടിച്ചു കേരളത്തിൽ നിന്ന് പോകാൻ പറയോ? കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു പോവാ.